ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓണം സ്പെഷ്യലായിട്ടുള്ള ഇഞ്ചിപ്പുളിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഇതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് നന്നായിട്ട് പൊട്ടിയൊക്കെ വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ നന്നായിട്ട് ചെറുതായി അരിഞ്ഞെടുത്ത ഇഞ്ചിയും ഒരു 3-4 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തതും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൽ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ച കുത്തൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിയാണ് ആവശ്യമായിട്ടുള്ളത്. ഞാനിപ്പോൾ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ച് നന്നായിട്ട് കുതിർത്തി ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ശർക്കരയാണ്. ഞാനിപ്പോൾ ഒരു 3 അച്ച് ശർക്കര ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ മധുരമൊക്കെ ഒന്ന് നോക്കിയിട്ട് കുറച്ചുകൂടെ വേണമെങ്കിൽ വീണ്ടും നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ ഇതൊന്നുകൂടി ഒന്ന് ലൂസായി വരും. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടി ഒന്ന് കുറുകി വരണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇഞ്ചിപ്പുളി നന്നായിട്ടൊന്ന് കുറുകി റെഡി ആയിട്ടുണ്ട്. ഇതിന് ഇത്രയും കട്ടിയായി മതിയാവും. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനി ചൂടാറി കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് വരും. ഇനി നമുക്കിതിലേക്ക് വറവ് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 സ്പൂൺ കടുകും പിന്നെ ഞാനിതിലേക്ക് 1 സ്പൂൺ ഉഴുന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 വറ്റൽമുളകൊന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഇഞ്ചിപ്പുളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യലായിട്ടുള്ള ഇഞ്ചിപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാനായിട്ട് മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.